ജർമ്മനിയില് 10 വർഷം ജോലി ചെയ്ത പെൻഷൻ കിട്ടുമോ? ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നാലും പെൻഷൻ കിട്ടുമോ? പെൻഷൻ വാങ്ങാൻ എത്ര വർഷം ജോലി ചെയ്യണം? പലരും ജർമ്മനിയിലേക്ക് പോകുന്നത് സാലറി നോക്കിയാണ്. പക്ഷേ വിരമിച്ചതിന് ശേഷം അല്ലെങ്കിൽ റിട്ടയർമെന്റിന് ശേഷം എന്ത് സംഭവിക്കും? ഇന്ന് ജർമ്മനിയുടെ പെൻഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് വളരെ ലളിതമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. നമസ്കാരം. സേഫ് ഹോം ജർമ്മനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഡ്വക്കേറ്റ് സച്ചിൻ. ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ശമ്പളത്തിൽ നിന്ന് ഓരോ മാസവും പെൻഷൻ കോൺട്രിബ്യൂഷൻ പോകുന്നുണ്ട്. പക്ഷേ അത് എവിടേക്കാണ് പോകുന്നത്? ആരാണ് അത് കൈകാര്യം ചെയ്യുന്നത്? നമുക്ക് അത് തിരികെ കിട്ടുമോ? അത് ഇന്ന് നമുക്ക് വ്യത്യസ്തമായിട്ട്, അല്ലെങ്കിൽ അത് നമുക്ക് വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. ലൈവിലുള്ളവര് ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സ്റ്റുഡന്റ് എന്നൊന്ന് കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ജർമ്മനി പെൻഷൻ സിസ്റ്റം എന്താണെന്ന് നമുക്ക് ആദ്യമേ മനസ്സിലാക്കാം. ജർമ്മനിയില് സർക്കാർ നടത്തുന്ന പ്രധാന പെൻഷൻ സിസ്റ്റത്തിനെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഇൻഷുറൻസ് എന്നാണ് പറയുക. അതായത് ഗെസറ്റ്സ്ലിഷെ റെന്റൻ ഫെർസിഷറും എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് ഒരു ഭാഗം പെൻഷൻ കോൺട്രിബ്യൂഷനായിട്ട് അവര് എടുക്കും, അല്ലെങ്കിൽ നമ്മൾ അടയ്ക്കും. പൊതുവെ എംപ്ലോയേഴ്സും എംപ്ലോയും ചേർന്നാണ് ഈ കോൺട്രിബ്യൂഷൻ നൽകുന്നത്. ഇനി പെൻഷൻ കോൺട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഓരോ മാസവും സാലറിയിൽ നിന്ന് പെൻഷൻ കോൺട്രിബ്യൂഷൻ പോകും. ഇത് നിങ്ങളുടെ ഭാവിയിലെ റിട്ടയർമെന്റ് പെൻഷനായി ഉപയോഗിക്കുന്നു. അതായത് ഇതൊരു സേവിങ്സ് അക്കൗണ്ട് അല്ല, ഇത് ജർമ്മനിയുടെ സോഷ്യൽ ഇൻഷുറൻസ് സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി പെൻഷൻ ആർക്കൊക്കെ ലഭിക്കുമെന്ന് നോക്കാം. സാധാരണമായി പെൻഷൻ ലഭിക്കാനുള്ള യോഗ്യത നിയമപ്രകാരം നിശ്ചയിച്ചിരിക്കുന്ന മിനിമം ഇൻഷുറൻസ് പീരീഡ്, അതായത് വെസ്റ്റിംഗ് പീരീഡ് ഉൾപ്പെടെയുള്ള വ്യവസ്ഥകൾ പാലിക്കണം. പലപ്പോഴും കുറഞ്ഞത് 5 വർഷത്തെ അല്ലെങ്കിൽ 60 മന്ത് 60 മാസത്തെ കോൺട്രിബ്യൂഷൻ പീരീഡിൽ ഉൾപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ പെൻഷൻ തുകയും മറ്റ് അവകാശങ്ങളും നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ ഹിസ്റ്ററി, ജോലി ചെയ്ത കാലയളവ്, നിലവിലെ നിയമങ്ങൾ എന്നിവയെല്ലാം ആശ്രയിച്ചിരിക്കും. ഇന്ത്യയിലേക്ക് മടങ്ങിയ പെൻഷൻ ലഭിക്കുക എന്നുള്ള ചോദ്യം എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ്. ഇന്ത്യയിലേക്ക് മടങ്ങിയാലും ചില സാഹചര്യങ്ങളിൽ പെൻഷൻ അവകാശങ്ങൾ നിലനിൽക്കും. എന്നാൽ നിങ്ങൾ എത്ര വർഷം ജോലി ചെയ്തു എന്നും എന്ത് തരത്തിലുള്ള കോൺട്രിബ്യൂഷൻ നൽകിയെന്നും ജർമ്മനിയുമായുള്ള സാമൂഹിക സുരക്ഷാ കരാറുകൾ എന്തൊക്കെയാണെന്നും എന്നിവയെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുക. ഓരോ കേസുകളും ഇൻഡിവിജ്വലി ആയിട്ട് വ്യത്യാസമായിരിക്കും. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, പെൻഷൻ എമൗണ്ട് എങ്ങനെയാണ് കണക്കാക്കുന്നത്. പലരും കരുതുന്നത് 10 വർഷം ജോലി ചെയ്ത എല്ലാവർക്കും ഒരേ പെൻഷൻ ആണ്. അല്ല, ഒരിക്കലും അല്ല. പെൻഷൻ എമൗണ്ട് ബാധിക്കുന്നത് സാലറി ഹിസ്റ്ററി, കോൺട്രിബ്യൂഷൻ ഇയേഴ്സ്, പെൻഷൻ പോയിന്റ്സ്, അതേപോലെ തന്നെ റിട്ടയർമെന്റ് ഏജ്, നിയമപ്രകാരം നിലവിലുള്ള കണക്കുകൂട്ടലൊക്കെ അനുസരിച്ചാണ് ഇത് ഡിസൈഡ് ചെയ്യുന്നത്. ജർമ്മനിയിലെ റിട്ടയർമെന്റ് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നോക്കാം. ജർമ്മനിയിലെ സ്റ്റാറ്റ്യൂട്ടറി റിട്ടയർമെന്റ് ഏജ് എല്ലാവർക്കും ഒരുപോലെയല്ല. ജനന വർഷം ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ അനുസരിച്ചാണ് ഇത് തീരുമാനിക്കപ്പെടുക. ചിലർക്ക് നേരത്തെ ആകാം, ചിലർക്ക് പിന്നീട് വിരമിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കുറെ മിത്തുകളുണ്ട്. രണ്ടാമതാണ്, പെൻഷൻ എല്ലാ ഫോറിൻ വർക്കേഴ്സിനും ഒരേ ബെനിഫിറ്റ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് അടുത്തത്. പക്ഷെ അതും തെറ്റ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് വേറെ ഒരു മിത്താണ്, ഇന്ത്യയിലേക്ക് മടങ്ങിയ എല്ലാം നഷ്ടമാകും എന്നുള്ളത്. അതും ഓരോ വ്യക്തിയുടെ സാഹചര്യവും നിയമങ്ങളും എല്ലാം ആശ്രയിച്ചിരിക്കും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ജർമ്മൻ പെൻഷനും ഒപ്പം മറ്റ് സോഷ്യൽ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും പെൻഷൻ മാത്രമല്ല, ഹെൽത്ത് ഇൻഷുറൻസ്, അൺഎംപ്ലോയ്മെന്റ് ഇൻഷുറൻസ്, ലോങ് ടേം കെയർ ഇൻഷുറൻസ്, ആക്സിഡന്റ് ഇൻഷുറൻസ് എന്നിവയെല്ലാം സോഷ്യൽ സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ ഭാഗമാണ്. അപ്പൊ അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. ഞാൻ എല്ലാ പ്രാവശ്യം പറയുന്നുണ്ട്, നമ്മൾ സേഫ് ഹോം ജർമ്മനി എന്ന് പറയുന്ന ചാനൽ ജർമ്മനിയുമായി റിലേറ്റ് ചെയ്ത കണ്ടന്റ് മാത്രം ഇടാൻ വേണ്ടിയുള്ളതാണ്. സോ നിങ്ങൾ ജർമ്മനിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെങ്കിൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഡോയ്ച്ച് വിത്ത് സജിൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ജർമ്മൻ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കസിൻസ്, റിലേറ്റീവ് ആർക്കും ആയിക്കോട്ടെ, A1 തൊട്ട് C2 വരെ പഠിക്കാനുള്ള ഓപ്ഷൻസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്താൽ മതി, ഞാൻ പേഴ്സണലാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോയിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമ്മളിന്ന് പഠിച്ചിരിക്കും ജർമ്മൻ പെൻഷൻ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, കോൺട്രിബ്യൂഷൻ എന്താണെന്ന് പഠിച്ചു, എലിജിബിലിറ്റി എന്താണെന്ന് പറഞ്ഞു, റിട്ടയർമെന്റ് എന്താണെന്ന് പറഞ്ഞു, ഇന്ത്യയിലേക്ക് മടങ്ങുവാണെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടുമോ എന്ന് പഠിച്ചു. അപ്പൊ അതേപോലത്തെ കോമൺ മിത്തുകൾ എന്ന് പറഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ നാളെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.